നമസ്കാരം, ഞാൻ നയന ഗിരീഷ്. നയൻസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടോ, ഒരു സോഫയാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയോ? ഇത് പാലിൻ്റെ ടെട്രാ പാക്കാണ്. അത് വെച്ചാണ് ഞാൻ ഈ സോഫ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഈ സോഫ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലൊരു പാലിൻ്റെ കവർ വേണം, ഇതുപോലൊരു കാർഡ്ബോർഡ് റോള് വേണം, ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് വേണം, കുറച്ച് ന്യൂസ് പേപ്പർ വേണം, ഇതുപോലെ എന്തെങ്കിലും ക്ലോത്ത് വേണം, പിന്നെ ലേസ്, സിസേഴ്സ്, ഇതുപോലൊരു ടേപ്പ് വേണം, പിന്നെ ഒരു സൂചി നൂലും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ കവറ് ഈ ഒരു സൈഡ് കട്ട് ചെയ്യുക. ഇവിടെയും കട്ട് ചെയ്യുക, ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്യുക. ഇത് കണ്ടോ, ഇതുപോലെ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ പേപ്പർ ഫിൽ ചെയ്യാം. പേപ്പർ ഇതുപോലെ ഒരു ഫുൾ പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിങ്ങനെ മടക്കുക, ഒന്നുകൂടെ ഒന്ന് മടക്കുക. കണ്ടോ, ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം അകത്തേക്കാക്കിയിട്ട് അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഫുള്ളായിട്ടും ഇതിൻ്റെ ഹൈറ്റ് എത്രയുണ്ടോ അത്രയും വരെ ഫില്ല് ചെയ്യുക. 3 പേപ്പർ വെച്ചു. 3 ഷീറ്റ് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം അത് ഫില്ലായിട്ടുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്യുമ്പോൾ ഇവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഈ സൈഡ് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ടറ്റവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ രണ്ടറ്റവും ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇവിടെ ഈ സൈഡും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഈ സൈഡും ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാൻ 3 സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മതി കോട്ടൺ നമുക്കിവിടെ. എന്നിട്ട് മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ കുറച്ച് ക്ലോത്ത് ഒട്ടിച്ചു. ഇനി ഇതിന് ഞാനൊന്ന് തിരിച്ചു വെക്കാണ്. ആദ്യം നമുക്ക് ഈ സൈഡ് ഒട്ടിക്കാം. കമ്മപ്ലൈ ചെയ്യാം. ഇത് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. സൈഡ് ഇത് കണ്ടോ, ഇങ്ങനെ താഴേക്ക് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം 2 സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് മടക്കണം. പ്രസന്റേഷനൊക്കെ പാക്ക് ചെയ്യില്ലേ, അതുപോലെ. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ച് മുകളിലേക്ക് ആക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ അരികൊന്ന് മടക്കി കൊടുക്കാം നമുക്ക്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നീറ്റായിട്ട് ഇതുപോലെ നീറ്റായിട്ട് മടക്കിയെടുക്കാം. ഇവിടെ കുറച്ച് ഗം വയ്ക്കാം. ഇതൊന്ന് ആദ്യം മടക്കി കൊടുക്കാം. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്യാം. നന്നായിട്ട് ഒട്ടണം. ഈ സൈഡ് അതുപോലെ തന്നെ. ഇതുപോലെ നീറ്റായിട്ട് 2 സൈഡ് നല്ല നീറ്റായിട്ട്
ഇതുപോലൊരു ബോക്സ് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് ഇതുപോലെ 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാനിപ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ റോളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുഡ് ഫോയിൽ വരില്ലേ, ഫുഡ് റാപ്പ്, അതിൻ്റെ ബേസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ ആണെങ്കിലും റോൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സൈഡിൽ നോക്കണം, എത്ര വേണം അവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഈ സൈഡ് മാർക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രം ഈ സൈഡിൽ മാർക്ക് ചെയ്യുക, അത് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം സെൻറ്ററിൽ വെച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പീസ് മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനങ്ങനെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പീസും കട്ട് ചെയ്തെടുത്തതിൽ ഇതുപോലെ നമുക്ക് ബോക്സ് കവർ ചെയ്ത പോലെ തന്നെ ഇതും കവർ ചെയ്തെടുക്കണം. ഇതുപോലെ സൈഡിൽ ഗം അപ്ലൈ ചെയ്യുക, ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്യുക, ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, നന്നായിട്ട് സ്റ്റിക്കായിക്കോളും. ഇനി ഇതകത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാർഡ്ബോർഡ് കട്ടായി പോകരുത്. കണ്ടോ, കാർഡ്ബോർഡിൻ്റെ അറ്റം അവിടെ വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡ് കട്ടായി പോകരുത്. ഇനി ഈ എഡ്ജസിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിനെ അകത്തേക്ക് മടക്കി വയ്ക്കുക. നന്നായിട്ട് അകത്തേക്ക് മടക്കി വയ്ക്കുക. ഇതുപോലെ നീറ്റായിട്ട് മടക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്യുക. നന്നായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഞാൻ 3 പീസും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഒട്ടിക്കണേന്ന് നോക്കാം. ആദ്യം നമുക്ക് സൈഡ് പീസ് ഒട്ടിക്കാം. നമ്മൾ ആ ഒട്ടിച്ച സൈഡ് ഉണ്ടല്ലോ, അവിടെ വേണം ഗം അപ്ലൈ ചെയ്യാനായിട്ട്. ഗം അപ്ലൈ ചെയ്തിട്ട് ഇതാ കൊണ്ടുവന്ന് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഈ സൈഡ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ സെൻറ്റർ പീസും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗം അപ്ലൈ ചെയ്യുക. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഹോള് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള 4 എണ്ണം കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ച് വലിപ്പം കൂട്ടി ഇത് കണ്ടോ, 2 ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക. ഒരെണ്ണം ഒരു ക്ലോത്തിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഗം അപ്ലൈ ചെയ്തിട്ട് ഇതാ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ബാക്ക് സൈഡിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കുറച്ച് കൂടുതൽ വേണം, നമുക്കത് അകത്തേക്ക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, എക്സ്ട്രാ ഇത്രയുണ്ട്. ഇനി സൈഡ്സ് പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. കാർഡ്ബോർഡ് കട്ടാവാതെ നോക്കണം. കാർഡ്ബോർഡിൻ്റെ അറ്റം വരെ കട്ട് ചെയ്യുകയും വേണം, എന്നാലേ അത് വൃത്തിയായിട്ട് നമുക്ക് മടക്കാൻ പറ്റുള്ളൂ. സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, കാർഡ്ബോർഡിൻ്റെ അറ്റം അവിടെ വരെ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതാ ബോർഡിൽ തേച്ചാലും മതി, അല്ലെങ്കിൽ ക്ലോത്തിൽ തേച്ചാലും, എവിടെയായാലും ഗം തേച്ചിക്കുക. ഗം അപ്ലൈ ചെയ്യുക. നന്നായിട്ട് വലിച്ചു വെച്ചിട്ട് ഒട്ടിക്കുക. ക്ലോത്ത് ആയതുകൊണ്ട് ഫെവിക്കോളിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതിനൊക്കെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈസി ആയിട്ട് നമുക്ക് ക്ലോത്ത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം.
ഇത് കണ്ടോ, നന്നായിട്ട് സൈഡ്സൊക്കെ നന്നായിട്ട് ഒട്ടിക്കുക. നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ഞാൻ എന്താ ഇതുപോലെ ഒരു പീസും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് ഇതുപോലെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇത് കണ്ടോ, സൈഡ് എഡ്ജസ് ഒക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതാ ഇതുപോലെ ബാക്കിൽ വെക്കാനുള്ള പീസ് 2 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, 4 കാർഡ്ബോർഡ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അതിൽ 2 എണ്ണം വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. ഇനി ഫ്രണ്ടിൽ ചെയ്യുന്നത് നമ്മൾ സ്റ്റിക്ക് ചെയ്യല്ല ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുക ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ സൂചി നൂലും എടുത്തിട്ട്, ഇത് ഫ്രണ്ടാണ് കേട്ടോ, ബാക്ക് സൈഡിൽ ഇതാ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക അരികത്ത് കൂടെ. വളരെ ലോങ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഷോർട്ടായിട്ട് ചെയ്താലും കുഴപ്പമില്ല. ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കുറച്ച് കട്ടിയിൽ നൂലെടുക്കണം. 2 ഇഴ നൂലെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് കട്ടിയിൽ നൂലെടുക്കുക. എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരെ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് അരികത്ത് കൂടെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. റണ്ണിങ് സ്റ്റിച്ച് അരികത്ത് കൂടെ തന്നെ വേണം ചെയ്യാനായിട്ട്, എന്നാലാണ് നീറ്റായിട്ട് വരുള്ളൂ. എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, ഇത് കണ്ടോ, ഇവിടെയാണ് ഞാൻ ആ നോട്ട് ഇട്ടേക്കുന്നത്, അവിടെ വരെ സ്റ്റിച്ച് കൊണ്ടൊന്ന് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഫ്രണ്ട് സൈഡ് പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതാ ഇത് ഏകദേശം സെൻറ്ററിലാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. നമുക്ക് വേണമെങ്കിൽ ഗം അപ്ലൈ ചെയ്യാം. ഗം അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും. ഇത് 2 രീതിയിൽ ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു പൂവിൻ്റെ പോലെ ഒരു ഡിസൈൻ കിട്ടും. കുറച്ച് പ്ലീറ്റ്സ് ഉള്ള ഒരു ഡിസൈൻ കിട്ടും. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ സൈഡിൽ ഉള്ളിൽ കോട്ടൺ വെക്കാം. കോട്ടൺ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇല്ല, ഞാനിപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡ് ആക്കുന്നത്. കോട്ടൺ വെച്ച് കഴിയുമ്പോൾ ഇതാവും ഫ്രണ്ട് സൈഡ്. കോട്ടൺ അകത്ത് വെക്കുക, എന്നിട്ട് കാർഡ്ബോർഡ് വെക്കുക, എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തൊരു പില്ലോ ഇതുപോലെ കിട്ടും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ എനിക്ക് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ച് പ്ലീറ്റ്സ് പോലെ കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് നന്നായിട്ട് തുന്നി ഉറപ്പിച്ച് വയ്ക്കുക. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കേട്ടോ, ഇതുപോലെ ഇരിക്കും. കുറച്ച് സൈഡിലൊക്കെ ഇങ്ങനെ പ്രില്ല് പോലെ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ വന്നിട്ട് നടുക്കൊരു കുറച്ച് ആ നോട്ട് ഇട്ട സ്ഥലം കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ 2 എണ്ണം ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 4 പീസ് റെഡിയായി. ഇത് 2 എണ്ണം ബാക്ക് പീസ്, ഇത് 2 എണ്ണം ഫ്രണ്ട് പീസ്. ഓക്കെ, നമുക്കിനി ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒട്ടിക്കാം. ബാക്കിൽ ഈ റൗണ്ടിൽ ഗം വയ്ക്കുക. ഗം വെച്ചതിന് ശേഷം ഈ പീസ് ബാക്ക് പീസ് നമ്മൾ ചെയ്തില്ലേ അത് സ്റ്റിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ 4 സൈഡും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കാർഡ്ബോർഡ് പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു പീസ് എടുക്കുക.
ഇത് നമുക്കിവിടെ ഫ്രില്ല് ചെയ്യാനാണ്, സോഫയൊന്നും കൂടെ ഭംഗിയാക്കാനായിട്ട്. പ്ലീറ്റ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ബാക്ക് സൈഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. കുറച്ച് നീളത്തിൽ നൂലെടുക്കാൻ നോക്കുക. ഫസ്റ്റ് ടൈം തന്നെ ഇതാ ഇടയ്ക്കൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തുന്നി കൊടുക്കുക. ഈ ഫ്ലീറ്റ്സ് ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ ഫ്ലീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ഫ്ലീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക, അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തയ്ക്കാൻ എളുപ്പമുണ്ട്. ഇത് മെഷീനിലും തയ്ച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഫ്ലീറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇതുപോലെ ഞാൻ ഈ പീസ് തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഫ്രില്ലിട്ടു. എന്നിട്ട് ഇതാണ് ഉൾവശം. അകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അരിക് വളരെ കുറച്ച് മതി. നമ്മൾ ആ കട്ട് ചെയ്തത് എഡ്ജസ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഗം വയ്ക്കുക. ഇത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ചുറ്റും ഈ സൈഡ് വരെ സ്റ്റിക്ക് ചെയ്യണം. ഞാനിത് ചുറ്റും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വെക്കുക. ഈ ഫ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഓരോ ഫ്ലീറ്റ്സും നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇവിടെ ഗം വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്ത് ആയതുകൊണ്ട് ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇത് 3 ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതും കറക്റ്റായിട്ട് പ്ലീറ്റ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ ഗം വയ്ക്കുക, ഇതിനകത്ത് ഗം വയ്ക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കും. പ്ലീറ്റ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഗം അകത്ത് വെച്ചതിന് ശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത പ്ലീറ്റ്സ് എടുക്കുക. അടുത്തതും സെയിം തന്നെ ഗം അവിടെ വയ്ക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഇത് കണ്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. മുഴുവനും 3 സൈഡും ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഞാൻ എല്ലാ സൈഡും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് ഇവിടെ കുറച്ച് ലേസ് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഞാൻ വൈറ്റ് എടുത്തിരിക്കുന്ന ലേസ് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ലേസ് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ 3 സൈഡും നന്നായിട്ട് ഗം ചെയ്തിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും എന്ത് കളർ ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. കഴിയുന്നതും കോൺട്രാസ്റ്റ് കളറാണ് നമ്മൾ ഫ്രിൽസ് ഒക്കെ വെച്ച് കൊടുക്കുന്നതെങ്കിൽ കാണാനൊരു ഭംഗിയായിരിക്കും. കോൺട്രാസ്റ്റ് കളറിലുള്ള ക്ലോത്ത് എടുക്കാൻ നോക്കുക. ഇല്ല സെയിം ക്ലോത്ത് ആണെങ്കിൽ ഉള്ളതെങ്കിൽ കുഴപ്പമില്ല, സെയിം ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം. എന്നാലും കോൺട്രാസ്റ്റ് ആണെങ്കിൽ രണ്ട് കളറാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാനിവിടെ ബ്ലാക്ക് എടുത്തുകൊണ്ട്, ബ്ലാക്ക് ഫെൽറ്റ് ക്ലോത്ത് എടുത്തുകൊണ്ടാണ് ഞാൻ ബ്ലാക്കും വൈറ്റും കൂടെയുള്ള ക്ലോത്ത് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് കാണാൻ നല്ലതല്ലേ, രണ്ടും കൂടെ ആകുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അതുപോലെ കോൺട്രാസ്റ്റ് ആണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ഇല്ല സെയിം കളറേ ഉള്ളൂ എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ബാക്ക് സൈഡിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഇതുപോലെ ഇരിക്കും, ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 2 കുഷ്യൻസ് ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക.
കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ സൈഡിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അറ്റം വരെ സ്റ്റാർട്ട് ചെയ്ത് എവിടെന്നോ അവിടെ വരെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് കോട്ടൺ ഇതിനകത്ത് ഫില്ല് ചെയ്യുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. പക്ഷെ കുറച്ച് ഭംഗിയായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഇത് നിറഞ്ഞിരിക്കണം, എന്നാലാണ് ഭംഗിയുണ്ടാവുള്ളൂ. അപ്പം അതുപോലെ കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് അതിനെ കെട്ടിവെക്കുക. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അതായത് ഞാൻ 2 എണ്ണം വേറൊരെണ്ണം കൂടെ തുന്നി വെച്ചിട്ടുണ്ട്. 2 എണ്ണം തുന്നി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്തൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ഗം വയ്ക്കാം. അതുപോലെ ഓരോ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ സൈഡിലും ലേസ് വെച്ച് കൊടുത്തു ഒന്നുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇവിടെ കൂടെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ റോൾ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ റോളും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. പേപ്പറും ന്യൂസ് പേപ്പർ ആണെങ്കിലും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ക്ലോത്ത് ഒട്ടിക്കണം എന്നില്ല. ജസ്റ്റ് ഒരു ഫാബ്രിക് പെയിൻറ് ബ്ലാക്ക് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ ഫിനിഷിങ് കിട്ടും. അല്ല ഇത്രയും ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പും ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. എടുക്കുമ്പോൾ ഒരേ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒരേപോലത്തെ ആയിരിക്കണം, ഒരേ ഹൈറ്റ് ആയിരിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരേ ഹൈറ്റ് ആണെങ്കിലാണ് നമ്മുടെ സോഫ നേരെ നിൽക്കുള്ളൂ. ഇത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം. വെച്ചിട്ട് ഇതിൽ വേണം ഗം അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് 4 സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഹൈറ്റൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഞാൻ ഫ്രില്ലിന് ഇത്തിരി നീളം വെച്ചുകൊണ്ടാണ് കുറച്ച് ഹൈറ്റ് വെച്ചത്. ഇത് കണ്ടോ, നമ്മുടെ സോഫ റെഡി. ഇതാ നമ്മുടെ സോഫ റെഡിയായി. എങ്ങനെയുണ്ട് നമ്മുടെ സോഫ? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് പ്രോഗ്രാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും എൻ്റെ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.